ഇത് ടിൽനെറ്റ് വന്നിരിക്കുന്ന ഒരു ഡിഫറെൻറ്റ് മോഡലാട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ ആദ്യമായിട്ട് ഈ സാരി കൊണ്ടുവന്നു. പക്ഷേ ഭയങ്കര ഡിമാൻഡായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി അതിൻ്റെ വേറെ ഡിസൈനായിട്ട്, ഡിസൈനിൽ മാറ്റമുണ്ട്. അതുപോലെ ഇത് ഈ ഭാഗത്ത് ഫുള്ളായിട്ട് എംബ്രോയ്ഡറി വർക്കാണേ. അതുകൊണ്ട് തന്നെ ഗുണം എന്ന് വെച്ചാൽ ഇതിന് സ്വല്പം ട്രാൻസ്പാരൻസി ഉണ്ടല്ലോ ഈ മെറ്റീരിയലിന് പൊതുവേ, പക്ഷേ അതറിയാനുമില്ല. അപ്പോൾ അതൊരു ഗുണമല്ലേ. അപ്പോൾ അതിനൊരു ഭംഗിയുണ്ട് താനും. ഇതിൽ പിസ്ത ഗ്രീൻ ഷെയ്ഡിൽ വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഫുള്ളായിട്ടും ഈ എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് എല്ലാം പേസ്റ്റൽ ഷെയ്ഡ്സിലാണ് വന്നിരിക്കുന്നത്. അതിനാണ് ഒരു പ്രത്യേക ഭംഗിയും. പിന്നെ ഇത് ഉണ്ടല്ലോ, ഈ ഡിസൈനും 2 ഡിസൈനിലും കൂടിയുണ്ട്. അതിൻ്റെ വേറൊരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ ഈ ഹാഫ് ഭാഗം വരെ ഈ ഡിസൈൻ വരുന്നുണ്ട്. ഇതുണ്ടോ, ലോവർ പോർഷനിൽ അതുപോലെ തന്നെ വരുന്നുണ്ട്. ഇത് മറ്റൊരു ഡിസൈനായിട്ടും വരുന്നു. അപ്പോൾ ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് നമുക്കൊന്ന് കാണാം. ഞാൻ പറഞ്ഞില്ലേ 2 ടൈപ്പ് ഡിസൈൻ ഉണ്ടെന്ന്. ഇതിപ്പോൾ വേറെ ഒരു ഡിസൈൻ ലാവണ്ടർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ പല്ലു വരുന്നു. പല്ലുവിൽ ഫുള്ളായിട്ടും ആ എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ബോഡി പാർട്ടിലേക്ക് വരുമ്പോൾ ഇത് കണ്ടോ, ഈ ഭാഗം വരെ ഈ എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുക. ഇങ്ങനെ തന്നെ ഫുള്ള് പ്ലീറ്റ്സിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴും ഹാഫായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻ്റെ ആ ഒരു ലേസ് ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ, അല്ലാതെ വേറെ മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ 2 ടൈപ്പും ഞാൻ വിടർത്തി കാണിച്ചു. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ കളേഴ്സ് ഒന്ന് കണ്ടുപോയാലോ. ഇതിൻ്റെ റേറ്റ് വരിക 1015 ആണ്. ഇത് കണ്ടോ, ലാവണ്ടർ ഷെയ്ഡിൽ തന്നെ ഡിസൈനിലുള്ള ഡിഫറൻസ്. ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഡിസൈൻ ഒന്ന്, മറ്റൊരു ഡിസൈൻ. പക്ഷേ ഈ ഡിസൈൻ എല്ലാം ഇത്രയും ഭാഗത്ത്, നമ്മുടെ ബോഡി പാർട്ടിൽ ഇത്രയും ഭാഗത്ത് ഈ ഡിസൈനുകൾ വന്നു തന്നെയാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡിലേക്ക് വരുന്നു കേട്ടോ. ഇങ്ങനെയാണ് ഫുള്ളായിട്ടും എംബ്രോയ്ഡറി വർക്ക് വരുന്നു. ബോഡി പാർട്ടിലേക്ക് വരുമ്പോൾ ഇങ്ങനെയും വരുന്നു. ഇതിൻ്റെ തന്നെ മറ്റൊരു ഷെയ്ഡ് എന്ന് പറഞ്ഞ്, ഷെയ്ഡല്ല ഡിസൈൻ ഇതാണ്. ഞാൻ പറഞ്ഞല്ലോ 2 ഡിസൈനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ കളറിലും 2 ഡിസൈൻസ് വെച്ച് വരുന്നുണ്ട്. ഇതൊരു പൗഡർ ബ്ലൂവിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡിലേക്ക് വരും കേട്ടോ. ഇതിൽ ഫുള്ളായിട്ടും എല്ലാം ഡിസൈൻ ഫുള്ളായിട്ടും വരുന്നുണ്ട്. ഇത് കണ്ടോ, ഫുള്ളായിട്ടും ഇതിൽ ഡിസൈൻ വരും. നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ, അതുമല്ല ഒതുങ്ങിയിരുന്നോളും. ഇപ്പോൾ ടീനേജേഴ്സിനോ ഒരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് നല്ലൊരു സാരിയാണ്. ഇതിൻ്റെ തന്നെ മറ്റൊരു ഡിസൈനാണ് ഇത് പിങ്ക് ഷെയ്ഡിലാട്ടോ വരുന്നത്. ഈ സാരി നമുക്കൊരു വാഷ് ചെയ്ത് അത്യാവശ്യം ഒന്ന് വാഷ് ചെയ്യണമെന്ന് വെച്ചോ, യാതൊരു പ്രോബ്ലം ഇല്ല. പിന്നെ ഇത് അയണിങ്ങിൻ്റെ ആവശ്യമില്ല. ഭംഗിയായിട്ട് വെയർ ചെയ്യാം. ഇപ്പോൾ 1 ലെയറായിട്ട് ഇത് വെയർ ചെയ്യാൻ പറ്റും. കാരണം ചെറിയ പ്ലീറ്റ് എടുത്ത് നമുക്കിവിടെ ഇങ്ങനെ നല്ല ഷേപ്പിന് വെച്ചിട്ട് നമുക്കിത് 1 ലെയറായിട്ടും ഇത് വെയർ ചെയ്യാം. അപ്പോൾ ചെറിയ പ്ലേറ്റ് എടുത്ത് ഞാൻ കാണിച്ചല്ലോ. പക്ഷേ ഇത് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ട്രാൻസ്പാരൻ്റ് ഉണ്ട് ഈ മെറ്റീരിയലിന്. ടിൽനെറ്റ് എന്ന് തന്നെയാണ് ഇത് പേര് വരുന്നതെങ്കിലും സ്വല്പമുണ്ട്. പക്ഷേ അത് ഇത്രയും ഈ വർക്ക് വരുന്ന കാരണം അതതിനെ കവർ ചെയ്തോളും. അതാണ് ഇതിൻ്റെ പ്രത്യേകതയും കൂടെ. പിന്നെ ഇതിൻ്റെ മറ്റൊരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇതാ, റേറ്റ് 1015. ഇത് പീച്ച് ഷെയ്ഡാണ് കേട്ടോ. ഡിസൈനെല്ലാം ഓരോരോ ഡിസൈനിൽ വന്നിരിക്കുന്നു. ഫുള്ളായിട്ടും എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നു. വിത്ത് ബ്ലൗസ്, ബോഡിയിൽ ഇങ്ങനെ തന്നെ. പിന്നെ പ്ലീറ്റ്സിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ എല്ലാത്തിൻ്റെയും ഹാഫായിട്ട് തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ മറ്റൊരു ഡിസൈൻ ഇങ്ങനെയും വരുന്നു.